പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഈ വിഷുവർഷം മകര നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമായിരിക്കും, ഏത് രീതിയിൽ ചൊവ്വയുടെ സ്വാധീനം ഈ വ്യക്തികൾക്കുണ്ടാകുമെന്ന വിഷയമാണ്. നിങ്ങളറിയണം, മകര നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ചൊവ്വയാകുന്നു. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക, ഒരു നക്ഷത്രമെന്നാൽ 60 നാഴികയാണ്. അതിനാൽ 24 മണിക്കൂർ. ഇതിൻ്റെ ആദ്യത്തെ 12 മണിക്കൂർ, ആദ്യത്തെ 30 നാഴിക ഇടവൻ രാശിയിലും അവസാനത്തെ 30 നാഴിക മിഥുനം രാശിയിലും വരുന്നു. രണ്ട് രാശികളുടെയും വ്യക്തിത്വം വളരെയധികം വ്യത്യസ്തമാണ്. ഇടവൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയുടെയും മകരൻ രാശിയിൽ നിൽക്കുന്ന അധിപനായ ചൊവ്വയുടെയും സ്വഭാവ വൈചിത്ര്യങ്ങൾ വളരെയധികം വ്യത്യസ്തങ്ങളാണ്. ഇടവൻ രാശി ശുക്രൻ ഭരിക്കുന്നു, മിഥുനൻ രാശിയാണെങ്കിൽ ബുധൻ ഭരിക്കുന്നു. ഇടവൻ രാശി ഫെമിനൈൻ സൈനാണ്, സ്ത്രീ രാശിയാണ്. അതിനാൽ ഇടവൻ രാശിക്കാരായ മകര നക്ഷത്രക്കാർ, സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച്, വളരെയധികം അടക്കവും ഒതുക്കവും തങ്ങളുടെ സ്വഭാവത്തിലും ശരീരപ്രകൃതിയിലും വസ്ത്രധാരണത്തിലും പോലും പുലർത്തും, പുരുഷനായാലും സ്ത്രീയായാലും. മറിച്ച് മിഥുനൻ രാശിയാണെങ്കിൽ വളരെയധികം എക്സ്പ്രസീവായിരിക്കും അവരുടെ ഭാവങ്ങൾ, ചേഷ്ടകൾ, ചലനങ്ങളൊക്കെ തന്നെ. കാരണം അത് ഒരു ഭ്രമത്വത്തെ സൂചിപ്പിക്കുന്നു. മിഥുനൻ രാശി, അതിൻ്റെ എംബ്ലം തന്നെ സ്ത്രീയും പുരുഷനുമാണ്. ഇടവൻ രാശിയാണെങ്കിൽ കാളയാണ്, ബുൾ ഗോസ് സ്ലോലി, വളരെ പതിയെ സഞ്ചരിക്കുന്നു ഇടവൻ രാശി. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, മെല്ലെ തിന്ന് മുള്ളും തിന്നുന്ന രാശിയാണ് ഇടവൻ രാശി. പക്ഷേ മിഥുനൻ രാശിയാണെങ്കിൽ അവിടെ സ്ത്രീലോല സുരതോപചാര കുശല, എല്ലാവരെയും സൽക്കരിക്കുവാനും സൗഹൃദം പുലർത്തുവാനും ആരുമായും സൗഹൃദം നിലനിർത്തുവാനും, സ്ത്രീ വിഷയത്തിൽ സ്ത്രീക്കാണെങ്കിൽ പുരുഷ വിഷയത്തിൽ, പുരുഷനാണെങ്കിൽ സ്ത്രീ വിഷയത്തിലും ആ വീക്ക്നെസ്സൊക്കെ കാണിക്കുന്നു ഈ ചൊവ്വ മിഥുനം രാശിയിൽ നിൽക്കുന്ന അവസാനത്തെ ഭാഗം. ഇനി ഈ വിഷുവർഷം നാം ചിന്തിക്കുമ്പോൾ ചൊവ്വ നീചസ്ഥനായി കർക്കിടകം രാശിയിലായിരുന്നു. ഒരു ഗ്രഹം നീചസ്ഥനായി നിൽക്കുമ്പോൾ അതിൻ്റെ ഫലം ആ ഗ്രഹത്തിന് ദ്യോതിപ്പിക്കുവാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ നീചസ്ഥനായി 3-ാം ഭാവത്തിലായിരുന്നു. സഹോദര ഗുണം വളരെ കുറയുമായിരുന്നു. അപ്രകാരം തന്നെ വിവാഹ വിഷയത്തിലുണ്ടാകുന്ന, ദാമ്പത്യ വിഷയത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ വളരെയധികം വരും. അനാവശ്യമായി ഈഗോ തന്നെ ഭരിച്ച് പല കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കാരണം ഫാമിലി ലൈഫിൽ സാഹോദര്യ വിഷയത്തിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തുടക്കമായിരുന്നു ഈ വിഷുവർഷക്കാലം. അതിനുശേഷം ഇപ്പോൾ ജൂൺ 6-ാം തീയതി ചൊവ്വ ഇടവൻ രാശിക്കാർക്ക് 4-ാം ഭാവത്തിലേക്ക് വരികയാണ്. ഭൂമിയുടെ അനുഭവം ഉണ്ടാകും, ഒരു സംശയവുമില്ല. ഭൂമി ലാഭമുണ്ടാകാം, ഈവൻ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം, യാത്ര മുതലായ കാര്യങ്ങൾ സംഭവിക്കാൻ അനുകൂലമായ സ്ഥിതി വരും. തനിക്ക് ബ്ലോക്കാക്കപ്പെട്ട ചെറിയ വീട്, ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന ലോണുകളൊക്കെ ലഭിക്കുവാൻ അനുകൂലമാണ്. അതിനാൽ ആ 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ വാഹനാപകടം ശ്രദ്ധിക്കണം. വൈകല്യവാനായ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വാഹനാപകടങ്ങൾ ഉണ്ടാകും. വാഹന വിഷയം ശ്രദ്ധിക്കുക. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിച്ചാൽ മറ്റ് ചില അനുഭവങ്ങൾ, കൃപാ വസ്ത്രഭൂമി ലഭേദ ക്ഷമാപാൻ, അധികാരം, ഭൂമി, ഇതൊക്കെ ചൊവ്വ തരും. ആ സമയം വരുന്നത് ജൂൺ 6 മുതൽ ജൂലൈ 28 വരെയുള്ള സമയമാണ്. മേൽപ്പറഞ്ഞ ഭൂമി ചിന്തിക്കാനൊക്കെ നല്ലത്. അത് കഴിഞ്ഞാൽ ജൂലൈ 28 മുതൽ സെപ്റ്റംബർ 14 വരെ ശ്രദ്ധിക്കണം. ശാരീരികമായി തനിക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക, കാലുകൾക്ക് ഫ്രാക്ചറുകൾ വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഗർഭിണികൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട സമയമാണ് കന്നിരാശിയിൽ ചൊവ്വ വരുമ്പോൾ. കുജപഞ്ചമേ ജാഡരാഗ്നിർ ബലിയാൻ ന ജാതം ന ജാതം നിഹന്തി ഏകമേവ, സന്താനങ്ങൾക്ക് അശ്രേയസ് ഉണ്ടാക്കും, തനിക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ വരും, ഇയർ ബാലൻസിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം, ശ്രദ്ധിക്കണം. ഉദരരോഗം പ്രത്യേകിച്ച്, വയറ് രോഗം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ചൊവ്വ ശക്തനായി ശത്രുക്കളെ നശിപ്പിക്കാനായി തുലാം രാശിയിലേക്ക് വരികയാണ്.
സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 28 വരെ ചൊവ്വ 6-ാം ഭാവത്തിൽ വരുമ്പോൾ തനിക്ക് ഒരു അദമ്യമായ കരുത്തുണ്ടാകും, ശത്രുസംഹാരമൊക്കെ നശിക്കും. പക്ഷേ ആ സമയത്ത് ശ്രദ്ധിക്കണം. കളത്രേശൻ 7-ാം ഭാവാധിപനായ ചൊവ്വയാണ് ശത്രുവിൽ നിൽക്കുന്നത്. ഭാര്യ ശത്രുവായി വരും. അതിനാൽ ദാമ്പത്യ വിഷയത്തിലുള്ള ജാഗ്രത ശ്രദ്ധിക്കണം. ഐക്യമത്യ അർച്ചന എല്ലാ ചൊവ്വാഴ്ചകളിലും ചെയ്യുക. പിന്നീട് വീണ്ടും ചൊവ്വ വൃശ്ചികത്തിലേക്ക് വരികയാണ്. വിവാഹ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. യാത്ര വീണ്ടും നന്നായിട്ട് വരും. ഒക്ടോബർ 28 മുതൽ ഡിസംബർ 8 വരെയുള്ള സമയം വളരെ നല്ല സമയമാണ്. രുചക മഹായോഗമാണ്. തൻ്റെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനും കരുത്ത് തെളിയിക്കുവാനുമുള്ള വളരെ അനുകൂലമായ സമയമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. പലപ്പോഴും ബാങ്കിൽ വെച്ച പണയത്തിലുള്ള ആഭരണങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയുന്നൊരു സമയമാണ്. സാമ്പത്തികമായ ചില സ്രോതസ്സുകൾ അനുകൂലമായിട്ട് വരും. യുദ്ധത്തിൽ ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ മിലിറ്ററി, പോലീസ്, പട്ടാളം, ഫയർഫോഴ്സ് ഇവർക്കൊക്കെ ജോലി അനുകൂലമായിട്ട് വരുന്ന സമയമാണിത്. അതിനുശേഷം വീണ്ടും ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയം വരുന്നുണ്ട്. ഡിസംബർ 8 മുതൽ ജനുവരി 15 വരെയുള്ള സമയം ചൊവ്വ ധനുരാശിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സൗഹൃദങ്ങളൊക്കെ താറുമാറാകും. വിവാഹ വിഷയത്തിൽ വളരെയധികം ഭാര്യാഭർത്താക്കന്മാർ അകന്നു നിൽക്കുക, കഠിനമായ തീരുമാനങ്ങൾ, ഡൈവേഴ്സ് മുതലായവയ്ക്കൊക്കെ മുന്നിട്ടിറങ്ങും. താൻ സൽക്കരിച്ച സുഹൃത്ത് പോലും ശത്രുവാകുന്ന സമയമാണ് ധനുരാശിയിൽ നിൽക്കുന്ന ചൊവ്വ. നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാർക്കാണ്. ഇടവൻ രാശിയിലെ ചൊവ്വക്കാണ് ഇതുവരെ ചർച്ച ചെയ്തത്. മിഥുന രാശിയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആ ഒരു സമയം വളരെ ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യ പ്രീതി ചെയ്യണം. സ്ത്രീകൾ അബോർഷൻ്റെ സമയമാണ്. അബോർഷൻ സംഭവിക്കും. അപ്രകാരം ഉള്ള സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരിക, ശാരീരികമായി നേത്രസംബന്ധമായ രോഗങ്ങൾ, കണ്ണുകൾക്ക് അരിഷ്ടത, കണ്ണുകൾക്ക് സർജറി വരുന്ന സമയമാണ്. കണ്ണുകളിൽ വല്ലതും വന്ന് തട്ടുക, മുട്ടുക, നേത്രത്തിന് ബുദ്ധിമുട്ട് വരും, ശ്രദ്ധിക്കണം. പൈൽസ് രോഗികൾ വളരെയധികം ജാഗ്രത പാലിക്കണം. പിന്നീട് ചൊവ്വ അതിശക്തമായി മകരൻ രാശിയിലേക്ക് വരികയാണ്. അതാണ് ചൊവ്വയുടെ രാജയോഗം. ജനുവരി 15 മുതൽ ഫെബ്രുവരി 23 വരെയുള്ള 32 ദിവസക്കാലം ഏറ്റവും അനുകൂലമായി മുന്നോട്ട് നയിക്കാൻ ഉള്ള സമയമാണ്. വളരെയധികം പ്രമോഷൻ, ജോലി സാധ്യതകൾ ഒക്കെ തരും. രുചക മഹായോഗമാണ്. ഉച്ചസ്ഥനായ ചൊവ്വയാണ്. അതിനാൽ ആ ചൊവ്വ ദാമ്പത്യ വിഷയങ്ങൾ, യാത്ര, പലപ്പോഴും സെയിലേഴ്സ്, ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ലോജിസ്റ്റിക്സ്, കൊറിയർ സർവീസുകൾ, പാർസലുകൾ, അതേ രീതിയിൽ അയേൺ, മൈനിങ്, സാഹസികത, ജിംനാസ്റ്റിക്സ് ഇതൊക്കെ പ്രകടിപ്പിക്കുന്നവർക്ക് തങ്ങളുടെ ശക്തി, പൗരുഷം പ്രകടിപ്പിക്കുവാൻ, സ്വന്തമായി വ്യാപാര വിഷയത്തിലേക്ക് സ്വതന്ത്രമായി മുന്നോട്ടിറങ്ങുവാനുള്ള ഏറ്റവും നല്ല ഒരു കരുത്തും സമയവുമാണ് മേൽപ്പറഞ്ഞ 38 ദിവസം. പിന്നീട് കുംഭത്തിൽ വരുന്നു, വലിയ കുഴപ്പമില്ല. മീനത്തിൽ വരുന്നു, അവിടുന്ന് അങ്ങോട്ടേക്ക് ചൊവ്വ വളരെയധികം ഫലം ചെയ്യും. ഏതായാലും ഉത്തരായണത്തിൽ ചൊവ്വ പ്രവേശിക്കുന്നത് വളരെയധികം ഗുണകരമാണ് ഇടവം രാശിക്കാർക്ക്. ഇനി നമുക്ക് മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കാം. മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ ചൊവ്വ നീചസ്ഥനായി 2-ാം ഭാവത്തിലാണുള്ളത്. ജൂൺ 6-ാം തീയതി ചൊവ്വ 3-ാം ഭാവത്തിലേക്ക് വരും. ആ 3-ാം ഭാവത്തിലേക്ക് ചൊവ്വ വരുമ്പോൾ ശ്രദ്ധിക്കണം, സഹോദര ഗുണം കുറയും. ശത്രുപതിയായ ഗ്രഹമാണ് സഹോദര സ്ഥാനത്ത് നിൽക്കുന്നത്. ശാരീരികമായി കൈകൾക്ക്, പാദങ്ങൾക്ക് ഫ്രാക്ചർ ഉണ്ടാകുന്ന സമയമാണ്. വീഴ്ച വരും, തീ കൊണ്ട് പൊള്ളലുണ്ടാകാം, ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ചൊവ്വ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോൾ? ജൂലൈ 28 മുതൽ സെപ്റ്റംബർ 14 വരെയുള്ള സമയം. ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം വാഹന വിഷയങ്ങൾ ശ്രദ്ധിക്കുക. സംഗീത വിഷയങ്ങളിൽ അല്ലെങ്കിൽ ശാരീരികമായി കായികക്ഷമതയുള്ള വിഷയങ്ങളിലൊക്കെ അവാർഡുകൾ നേടാം. പാട്ടുകാർക്ക്, ഗായകർക്ക്, സംഗീത ഉപകരണം കൈകാര്യം ചെയ്യുന്നവർക്ക്, കരാട്ടെ, കളരി ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് 4-ാം ഭാവത്തിലെ ചൊവ്വ അംഗീകാരങ്ങൾ ലഭിക്കും. വിദേശത്തേക്ക് പോകുവാനുള്ള വളരെ നല്ല സമയമാണ്. പിന്നീടത് കഴിഞ്ഞ് സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 28 വരെ ചൊവ്വ 5-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ സന്താന വിഷയത്തേക്കുള്ള അഡ്ജസ്റ്റൽ ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. രോഗാധിപനായ ചൊവ്വയാണ് 5-ാം ഭാവത്തിലേക്ക് വരുന്നത്. സന്താനങ്ങൾക്ക് അശ്രയസ് ഉണ്ടാകാം. തനിക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ വരാം. തുലാൻ രാശി വായുരാശിയാണ്. എയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വരാം, ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ചൊവ്വ അതിശക്തമായി വൃശ്ചികൻ രാശിയിലേക്ക് വരികയാണ്. അത് വളരെ ഗുണകരമായ സമയമായിരിക്കും. ശത്രുക്കളെ നശിപ്പിക്കുന്ന ചൊവ്വയാണ്. ഏറ്റവും നന്നായി തൻ്റെ കാര്യങ്ങൾ, തനിക്ക് പദവി, പൊസിഷൻ, ബലവാൻ ശത്രു ജിതശ്ച ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ താൻ ജയിക്കുന്ന സമയമാണത്. അതെപ്പോഴാണ്? ഒക്ടോബർ 28 മുതൽ ഡിസംബർ 8 വരെയുള്ള സമയം വളരെ അനുകൂലമായ സമയമാണ്. അത് കഴിഞ്ഞ് ചൊവ്വ ധനുരാശിയിലേക്ക് പോവുകയാണ്. യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാം.
യാത്ര പോയാൽ ഭാര്യയുമായി അകന്നിരിക്കും. ഫാമിലി ലൈഫിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് യാത്ര ചെയ്ത് ഭാര്യാഭർത്താക്കന്മാർ പാർഷ്യലി അകന്നു നിൽക്കുക, സെപ്പറേഷൻ ഉണ്ടാകുന്നത് വളരെ അനുകൂലമാണ്. ആ സമയം സംജാതമാകുന്നത് ഡിസംബർ 8 മുതൽ ജനുവരി 15 വരെയുള്ള സമയം. പല്ലുകളെ വളരെയധികം ശ്രദ്ധിക്കണം. രഥവൈകൃത്യകരാച്ച സപ്തമേ, മൂത്രത്തിൽ കല്ലുള്ള രോഗികൾ ശ്രദ്ധിക്കണം, സ്ത്രീകൾ ശ്രദ്ധിക്കണം. യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ചൊവ്വ ഉത്തരായണത്തിൽ ശക്തമായി ജനുവരി മാസം 15-ാം തീയതി മുതൽ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ജനുവരി 15 മുതൽ ഫെബ്രുവരി 13 വരെയുള്ള സമയമാണ്. ആ സമയം വളരെയധികം ജാഗ്രത ശാരീരികമായി പുലർത്തണം. ചൊവ്വ ഉച്ചസ്ഥനാണ്. അത് അഷ്ടമഭാവത്തിൽ, ഏറ്റവും ദുർബലമായ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ രോഗാധിപനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ കണ്ണുകൾക്ക് സർജറി വേണ്ടി വരും. പൈൽസ് സംബന്ധമായ രോഗങ്ങളാൽ വളരെയധികം ബുദ്ധിമുട്ടും. താൻ സൽക്കരിച്ച സുഹൃത്തുക്കൾ തനിക്ക് ശത്രുക്കളാവും. ഭൂമി വിവാദങ്ങൾ വരും. ആ സമയത്ത് ഭൂമി വാങ്ങുമ്പോഴും ഭൂമി സംബന്ധമായ വിവാദങ്ങളിലും ചെന്ന് പെടാതെ നോക്കണം. അഷ്ടമം ഗുണമുള്ള ഭാവമല്ല. മകരൻ രാശി ഉച്ചസ്ഥനായ ചൊവ്വയ്ക്കാണെങ്കിലും 8-ാം ഭാവത്തിലാണ്. പ്രയാസങ്ങൾ വരുന്നതാണ്. പിന്നെ ചൊവ്വ ശക്തമായി 9-ാം ഭാവം, 10-ാം ഭാവം, 11-ാം ഭാവം മേടമാസം വരെ വരുന്നത് വളരെ അനുകൂലമായിരിക്കും. 9-ൽ ചൊവ്വ ഭാവം കൊണ്ട് വളരെ നല്ലതാണ്. പക്ഷേ അനാവശ്യമായ പിടിവാശികളും സഹോദര ഗുണങ്ങളൊക്കെ കുറയും. പക്ഷേ 10-ൽ വരുമ്പോൾ വളരെ ഗുണമാണ്. മീനൻ രാശിയിൽ ഈ ചൊവ്വ എപ്രകാരം നമുക്ക് സന്തോഷിപ്പിക്കാം? ചൊവ്വ പുരുഷരാശിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ പൂജ, സുബ്രഹ്മണ്യന് അഭിഷേകം, പഞ്ചാമൃതം, പാലഭിഷേകം ഒക്കെ ചെയ്യാം. സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കാം. ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രം ചെയ്യാം. ഇതേ ചൊവ്വ ഫെമിനൈൻ സൈൻ സ്ത്രീരാശിയിൽ വരികയാണെങ്കിൽ കന്നിരാശി, വൃശ്ചികൻ രാശി, മകരൻ രാശി, മീനൻ രാശി, ഇടവൻ രാശിയിൽ വരികയാണെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നത് ഭദ്രകാളി അമ്മയെയാണ്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമഃ എന്ന മന്ത്രത്തിലൂടെ ഈ ചൊവ്വയെ നമുക്ക് വളരെ അനുകൂലമാക്കി എന്ത് ചെയ്യാം? പോസിറ്റീവായി നമുക്ക് സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട മകേര നക്ഷത്രക്കാർക്കും ശ്രവിക്കുന്ന ശ്രോതാക്കൾക്കും ശോഭനമായ നല്ലൊരു വിഷുവർഷക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.